ഇപ്രാവശ്യം എൻ്റെ ഭാര്യയാണ് പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കുന്നത്. വനിതാ സംവരണ സീറ്റാണ്. അപ്പം മാഷിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ വോട്ട് ചെയ്തു തന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഒരു അപേക്ഷയാണ്. മാഷ് പഠിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ആ അനുഗ്രഹമൊക്കെ തന്ന്. ഇവൻ എൻ്റെ നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠിക്കുന്ന സമയത്ത് ഇപ്പം വലിയ ഒരു ബ്രില്യൻ്റ് ഒന്നും അല്ല. ഇവനേക്കാൾ ഏറ്റവും നല്ല കേമന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച് ഈ നാശം എവിടെ പോയി അവസാനിക്കും? കാര്യം പരീക്ഷക്കും പാസ്സാവൂല, വരേയില്ല. അങ്ങനെ ബാക്കിൽ ഊട്ടുള്ള നിക്കറ് ഇട്ട് വന്നിട്ട് ഓർമ്മയുണ്ട വിമല ടീച്ചറിനെ എന്നെയും കൂടി ചേർത്ത് കൊണ്ട് നീ ബാത്റൂമിൽ ലവ് ചിഹ്നം എഴുതി വെച്ചിട്ട് ആരോ ഇട്ടത്? അത് പിന്നെ അന്ന് നിങ്ങൾ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. എന്റെ ആസനത്തിൽ നീ പൊട്ടാസ് വെച്ച് ഓർമ്മയുണ്ട്? ആസനത്തിലല്ല, കസേരയുടെ താഴെയാണ് വെച്ചത്. അത് അവിടെയുള്ള എന്റെ ആസനം ഇരിക്കണം. അല്ല, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. എത്ര പരീക്ഷക്ക് എന്നെങ്കിലും ഒരിക്കലെങ്കിലും നീ പാസ്സാകുമെന്ന് കരുതി നീ പാസ്സായുമില്ല. നീ ഗതികെട്ട് നാറാണക്കല്ല് തോണ്ടുമെന്ന് കരുതിയിരുന്ന നീ രക്ഷപ്പെടുകയും ചെയ്ത് നല്ലോണം പഠിക്കണ പിള്ളേര് എഞ്ചിനീയറിങ്ങും ഡോക്ടറും ഒക്കെ ആകുകയും ചെയ്തു. അല്ല, ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ ഇവനോട് ആരും ചോദിക്കൂല എന്താണ് രാഷ്ട്രീയമാണല്ലോ, നമ്മുടെ രാഷ്ട്രീയമാണ്. അപ്പൊ എന്താണ് പണി, എന്ന് പോയില്ലേ എന്ന് പോലും ചോദിക്കൂല. ഇന്നിപ്പോ ഇവന് ഒരു ദിവസം പോകാതിരുന്നാലും ആൾക്കാർ ചോദിക്കൂല എത്രയാണ് ശമ്പളമെന്ന് പോലും ചോദിക്കൂല. അങ്ങനെയുള്ള ഇവന് ഈ കാറായി വീടായി റോഡായി എല്ലാമായി ഇല്ലടാ. അതെ അതെ, ഒരു ഭാഗ്യമാണ് മാഷേ. മറ്റവന്മാർക്ക് ഇതൊന്നും ആയിട്ടില്ല. അപ്പൊ പലരും എന്നോട് പറയും, മാഷേ അവനെ കണ്ടു പഠിക്കും ഇവനെ കണ്ടു പഠിക്കും എന്നൊക്കെ ഇഷ്ടം പോലെ പേര് പറയും. പക്ഷേ നീ രക്ഷപ്പെടുമെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചതല്ല കേട്ടാ. നീ രക്ഷപ്പെട്ടു, സന്തോഷം. ഭാഗ്യമാണ് മാഷേ. ഭാര്യ നിനക്കില്ലേ? ഭാര്യയില്ലെന്ന്, ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇതൊക്കെ ലക്ഷത്തിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ലക്ഷത്തിൽ ഒന്നേ ഒരു പ്രാവശ്യമേ ഉള്ളൂ, ബാക്കിയൊക്കെ പൂജ്യങ്ങളാണ്. അതെ. അപ്പൊ മാഷ് പറഞ്ഞു വരുമ്പോ ഞാൻ ഒന്നാണോ അതോ പൂജ്യമാണോ? എടാ നീ ഒന്നാണ്. ഞങ്ങളെപ്പോലുള്ള വോട്ടർമാരാണ് പൂജ്യങ്ങൾ. പക്ഷെ രാഷ്ട്രീയക്കാരനായി നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെപ്പോലുള്ള വട്ടപൂജ്യങ്ങൾ നിന്റെ ഒന്നിന്റെ കൂടെ ചേരുമ്പോഴാണ് 1 10 ആകണമെന്നും 100 ആകണമെന്നും 1000 ആകണമെന്നും 10000 ആകണമെന്നും ലക്ഷമാകണമെന്നും. ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പറയണതല്ല, ഞങ്ങളുണ്ടെങ്കിലേ നീ ഉള്ളടാ.